ഫർള് നിസ്കാരം ഖളാഉള്ളതുമായി ബന്ധപ്പെട്ടൊരു ഉസ്താദിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ഫർള് ഖളാഉള്ള ആളുകൾ ഹജ്ജിന് പോകാൻ പാടില്ല എന്നൊരു വിധി കണ്ടു. ആകെ പ്രശ്നമായി. കാരണം ഇപ്പോൾ എത്രയോ ആളുകൾ ഹജ്ജിന് പോകുന്നു. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന സഹോദരിയും ഹജ്ജിന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപാട് നിസ്കാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ എന്നെല്ലാമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഹജ്ജ് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്താണ് വിധി? കേസ് ഉസ്താദ് പറഞ്ഞു തരണമെന്ന് പറഞ്ഞിട്ടാണ് ചോദ്യം. അതൊരു പക്ഷേ ആ ഉസ്താദ് പറഞ്ഞത് സുന്നത്തായ ഹജ്ജിനെ കുറിച്ചാകാനാണ് സാധ്യത. ഫർളായ ഹജ്ജാണ് എങ്കിൽ നിസ്കാരം ഖളാ ഉള്ള വ്യക്തിക്കും ആ ഹജ്ജ് നിർവഹിക്കൽ നിർബന്ധമാണ്. അതിൽ നിന്ന് വിട്ടൊഴിയാൻ യാതൊരു അവകാശവുമില്ല. സുന്നത്തായ ഹജ്ജ് എന്ന് പറയുമ്പോൾ സുന്നത്തായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇദ്ദേഹം ഹജ്ജ് ഉംറക്ക് നിർവഹിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമതും മൂന്നാമതും ഒക്കെ അദ്ദേഹം ഹജ്ജിനും ഉംറക്കും പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് ഫർള് നിസ്കാരം ഇവിടെ ഖളാ വീട്ടൽ നിർബന്ധമുള്ളൊരു വ്യക്തി അത് ഫർള് ഒഴിവാക്കിയിട്ടാണ് സുന്നത്തിൻ്റെ പിന്നാലെ വീണ്ടും പിന്നാലെ പോകുന്നത് എങ്കിൽ അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇതാണ് ആ പറഞ്ഞതിൻ്റെ നിയമം. നേരെ മറിച്ച് അദ്ദേഹം ഫർളായ നിസ്കാരമുണ്ട്, ഫർളായ ഹജ്ജ് അദ്ദേഹം ചെയ്തിട്ടേ ഇല്ല, ആദ്യമായി ഹജ്ജിന് പോവുകയാണ്. എന്നാൽ ഈ നിസ്കാരം പൂർണ്ണമായി ഖളാ വീട്ടി തീർത്തതിൻ്റെ ശേഷം മാത്രമേ ഹജ്ജിന് പോകാൻ പാടുള്ളൂ എന്ന് ഇസ്ലാമിൽ നിയമം ഇല്ല. ഹജ്ജ് അതിൻ്റെ ആ നിർബന്ധം അദ്ദേഹം നിർവഹിക്കണം. നിസ്കാരം അത് ഖളാ വീട്ടി ആ നിർബന്ധവും അദ്ദേഹം പൂർത്തീകരിക്കണം. അതായത് കയ്യിൽ കാശുണ്ട്, ഇഷ്ടം പോലെ സമയമുള്ളവർ ഇങ്ങനെ അടിക്കടി ഹജ്ജിന് പോകുന്നവരെ സംബന്ധിച്ചായിരിക്കാം ആ ഉസ്താദ് പറഞ്ഞത്. അതെ. ഇപ്പോൾ അതോടൊപ്പം തന്നെ ആ ഉസ്താദിൻ്റെ പ്രസംഗത്തിൽ കേട്ടൊരു കാര്യമാണ് ഫർള് നിസ്കാരം ഖളാഉള്ളവർ സുന്നത്ത് നിസ്കരിക്കരുതെന്നും കൂടി പറഞ്ഞു. അത് ശരിയാണോ? ഉസ്താദ് ഒരിക്കൽ ക്ലാസ്സിൽ അങ്ങനെ പറഞ്ഞതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതെ, ഫർള് നിസ്കാരം ഖളാ ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് എന്നത് ഐച്ഛികമാണ്. അത് ഒഴിവാക്കിയാലും അള്ളാഹുവിന് ശിക്ഷ ലഭിക്കുകയില്ല. ഒരു ബുദ്ധിയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവിടെ സുന്നത്ത് നിർവഹിക്കുക ഇല്ലല്ലോ. അതോടൊപ്പം ശറഈൻ്റെ നിയമം അങ്ങനെ വന്നിട്ടുമുണ്ട്. ഫർള് നിസ്കാരമുള്ള ആൾ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല, ഹറാമാണ് എന്ന. ആ സമയം കൂടി അദ്ദേഹം ഫർള് ഖളാ വീട്ടിക്കൊണ്ടേയിരിക്കണം. പക്ഷേ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ തൻ്റെ ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ പറയുന്നത് വർഷത്തിൽ ആവർത്തിച്ച് വരുന്ന നിസ്കാരമാണ് എങ്കിൽ അത് അനുവദനീയമാണ്. അതായത് പെരുന്നാൾ നിസ്കാരം പോലുള്ള തറാവീഹ് പോലുള്ള വിഷയങ്ങൾ അത് വർഷത്തിൽ ഒരിക്കലേ വരുന്നുള്ളൂ. അത് അനുവദനീയമാണ് എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം ഉലമാ പറയുന്നത് ആ നിസ്കാരവും ഇമാമിനോടൊപ്പം ഒക്കെ നിസ്കരിക്കുന്ന നേരത്ത് ഇദ്ദേഹം മൗമുമായി നിസ്കരിക്കാതിരുന്നാൽ ഒരു പെരുന്നാൾ നിസ്കാരത്തിലും കൂടി പങ്കെടുക്കാത്ത ആളാണോ? ഈ റമദാനിൽ ഇത്ര തറാവി ഇവിടെ ഉണ്ടായിട്ട് ഒരു തറാവിയിലും കൂടി പങ്കെടുക്കാത്ത വ്യക്തിയാണോ എന്നൊക്കെ ഒരു പക്ഷേ ഇദ്ദേഹത്തിനെ കുറിച്ച് മോശമായി ചിത്രീകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ ആ സുന്നത്ത് നിസ്കാരം ഏതായാലും അദ്ദേഹം നിർവഹിക്കുന്നില്ലാത്തതുപോലെ ഈ ഫർളും അദ്ദേഹം ഖളാ വീട്ടുകയില്ല എന്നൊരവസ്ഥയാണ് എങ്കിൽ ആ തറാവീനോടൊപ്പം ചേർന്ന് ഇദ്ദേഹവും മൗമുമായി നിസ്കരിക്കുക. എന്നിട്ട് നിയ്യത്ത് ഇദ്ദേഹത്തിൻ്റെ ഫർള് ഖളാ വീട്ടലാക്കി മാറ്റിയാൽ മതി. ഒരുപാട് സുബഹി നിസ്കാരം ഖളാ ഉള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ തറാവി നിസ്കരിക്കുകയാണ്. തറാവീഹും 2 റക്അത്തായിട്ടാണ് നിസ്കരിക്കുന്നത്. അദ്ദേഹം നേരെ ഞാൻ സുബഹി ഖളാ വീട്ടുന്നു എന്ന നിയ്യത്തോടു കൂടെ നിസ്കാരത്തിൽ പങ്കെടുക്കുക. സുന്നത്ത് നിസ്കരിക്കുന്ന ഇമാമിനോട് ഫർള് നിസ്കരിക്കുന്ന മൗമൂമ് തുടരൽ അനുവദനീയമാണ് എന്ന. അപ്പോൾ അതിനാൽ മൗമൂമിങ്ങൾ ഒരു പക്ഷേ സുബഹി ഖളാ ഉള്ള വ്യക്തികളാണ് എങ്കിൽ 10 വട്ടമായി സലാം വീട്ടുന്ന 20 റക്അത്തുള്ള നിസ്കാരമാണ് തറാവി നിസ്കാരം. ഇദ്ദേഹത്തിന് 10 സുബഹി നിസ്കാരം ഖളാ വീട്ടാനുള്ളൊരു അവസരം അവിടെ ലഭിക്കുകയാണ്. അതുകൊണ്ട് സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുന്നത്ത് ഏതായാലും വേണ്ട എന്ന് നമുക്ക് തറാവി നിസ്കരിക്കുന്നില്ല. അതിൻ്റെ പുറമെ ഇത് ഖളാ വീട്ടാൻ അദ്ദേഹം തയ്യാറുമല്ല. ഈ അവസ്ഥയിലേക്ക് സാധാരണക്കാരെത്തരുത്. ഖളാ വീട്ടാൻ ആ സമയം കൂടി ഉപയോഗപ്പെടുത്തണം എന്നാണ് ശറഈൻ്റെ നിയമം. ഏതായാലും റമദാൻ സമാഗതമാവുകയാണ്. അപ്പോൾ ഒരാളെ ചിന്തിക്കുകയാണ്, ശരിയാണല്ലോ, ഒരുപാട് നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇത്തവണത്തെ തറാവീഹിൽ എന്തായാലും സുബഹിയൊക്കെ ഖളാ വീട്ടാമെന്ന് തീരുമാനിക്കുന്നു. അപ്പോഴൊരു പ്രശ്നം, സുബഹിയിൽ കുനൂത്തില്ലേ? ഒരു പക്ഷേ ആ സുബഹിയുള്ള കുനൂത്ത് സുന്നത്തായതുകൊണ്ട് സുബഹിൻ്റെ കുനൂത്ത് സുന്നത്ത് വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിക്കുകയോ അല്ലെങ്കിൽ കുറഞ്ഞ നേരം ഈ പറയപ്പെട്ട അല്ലാഹു മുഹ്ദിനി ഫീമൻ ഹദൈത് എന്ന് പറയുന്ന പൂർണ്ണമായ രൂപത്തിലില്ലാതെ ഒരു ചെറിയ ദുആ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന എന്നുള്ള ഒരു ദുആ മാത്രം നടത്തി സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം എന്ന് ചെറിയ രൂപത്തിൽ മാത്രം ആ കുനൂത്ത് നിർവഹിച്ച് നേരെ ഇമാമിനോടൊപ്പം ആ സുജൂദിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. അവിടെയും ഇവിടെ പ്രശ്നം, ഇവിടെ നാട്ടുകാരെന്ത് വിചാരിക്കുന്നത് എഴുതിയിട്ടാണ് ഇദ്ദേഹം ഈ തറാവിയിലേക്ക് എത്തുന്നത്. ഇവിടെ ഇദ്ദേഹം മറ്റുള്ളവരൊക്കെ റുക്കുവിൽ നിന്ന് ഉയർന്നു പോകുമ്പോൾ വേദന റബ്ബനാ ആതിനാ പറഞ്ഞാൽ
അതെ, കൈ അദ്ദേഹം ഉയർത്താതെ പറയാൻ പറ്റുമോ? കൈ ഉയർത്താതെ പറയൽ അനുവദനീയാണ്. കുനൂത്ത് എന്നതൊരു സുന്നത്ത്, അപ്പോൾ കൈ ഉയർത്തുക എന്നത് വേറെ സുന്നത്ത്. ആ കൈ ഇന്ന രൂപത്തിൽ പിടിക്കുക എന്നത് വേറെ സുന്നത്ത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കൈ ഉയർത്താതെ അദ്ദേഹത്തിന് ചൊല്ലാവുന്നതാണ്. പക്ഷേ ഇമാമിൻ്റെ ആ സുജൂദിലേക്ക് അദ്ദേഹം എത്തിയിരിക്കണം. അപ്പോഴും ഈ തറാവീഹ് നിസ്കാരം നമുക്കറിയാം, കാര്യം എല്ലാ നിസ്കാരങ്ങളുടെയും സലാം വീട്ടുന്നതിൻ്റെ ഒടുവിലത്തെ അത്തഹിയ്യാത്ത് പൂർണ്ണമായും ഓതി സലാം വീട്ടിലാണ് സുന്നത്ത് എന്നെല്ലാം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും തറാവീഹ് കാര്യത്തിലേക്കുമ്പോഴേക്കും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ കഴിഞ്ഞിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, ഇദ്ദേഹവും അങ്ങനെ തന്നെ നിർവഹിച്ചാൽ മതിയാവും. ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത്തഹിയ്യാത്തും സലാത്തും അത് തന്നെയാണ് ഇദ്ദേഹത്തിന് നിർബന്ധമുള്ളത്. ആ സലാത്ത് സാധാരണഗതിയിൽ തറാവീഹ് നിസ്കാരത്തിൽ ഇമാമത്ത് നിൽക്കുമ്പോൾ വെറും ചെറിയ സ്വലാത്ത് മാത്രം ഓതി വേഗം സലാം വിട്ടലാണ് പതിവ്. അതിൻ്റെ പുറമെ ഇബ്രാഹിമി സ്വലാത്ത് ചൊല്ലലാണ് സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞ നിസ്കാരത്തിലൊക്കെ നമ്മൾ ചെയ്യാറ്. ഇദ്ദേഹം ഇബ്രാഹിമി സ്വലാത്ത് ചൊല്ലി അതിനുശേഷം അല്ലാഹു ഫിർലി മാ ഖദ്ദംതു മാ അഖർതു തുടങ്ങിയ ആ ദുആയും ഒക്കെ പൂർത്തീകരിച്ച് സലാം വിട്ടുന്നത് ഇനി യാതൊരു കുഴപ്പമില്ല. ഇനി അതൊന്നും ചൊല്ലാതെ ഇമാമ് ചൊല്ലുന്നത് പോലെ അത്തഹിയാത്തും സ്വലാത്തും മാത്രം ചൊല്ലി അദ്ദേഹം സലാം വിട്ടിയാലും നിസ്കാരം സഹിയാകും. ഇബ്രാഹിമി സ്വലാത്ത് ചൊല്ലുക എന്ന സുന്നത്തും അതിൻ്റെ ശേഷമുള്ള ദുആ നടത്തുക എന്ന സുന്നത്തും അദ്ദേഹത്തിന് നഷ്ടപ്പെടും എന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ഈ ആദ്യത്തെ അത്തഹിയ്യാത്ത് മാത്രം ചൊല്ലി സലാം വീട്ടാമെന്ന് പറയുമ്പോൾ ചിലർ പറയുന്നു അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്ന് പറഞ്ഞിട്ട് സലാം വീട്ടാം. ചിലർ പറയുന്നു അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സല്ലൈത തുടങ്ങാതെ സലാം വീട്ടുക. എവിടെയാണ് കറക്റ്റ്? വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ നിർബന്ധമായും പറയണം. കാരണം അവസാനത്തെ അത്തഹിയ്യാത്തിൽ നബിതങ്ങളുടെ പേരുള്ള സ്വലാത്തിൻ്റെ പുറമെ നബിതങ്ങളുടെ ആലിൻ്റെ പേരിലും കുടുംബത്തിൻ്റെ മേലിലും സ്വലാത്ത് ചൊല്ലണം എന്നാണ് നിയമമുള്ളത്. അതിനാൽ അതും കൂടി അടക്കം ചൊല്ലലാണ് അവിടെ നിർബന്ധം. ഈ അവസാനത്തെ അത്തഹിയ്യാത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നിസ്കാരത്തിൻ്റെ ഏറ്റവും അവസാനത്തേത് എന്നാണ്. അതുകൊണ്ട് ഓരോ ഈ 2 റക്കഅത്തിലും തറാവീഹിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഈ 2 റക്കഅത്തിലും ആ സലാം വീട്ടുന്നതിന് മുമ്പുള്ള അത്തഹിയ്യാത്തൊക്കെ അവസാനത്തെ അത്തഹിയ്യാത്താണ്. അത് ആദ്യത്തെ അത്തഹിയ്യാത്തല്ല. പക്ഷെ ആദ്യത്തെ അത്തഹിയ്യാത്തിൻ്റെ അത്ര ചൊല്ലിയാൽ പോരെ എന്നാണ് നിങ്ങളുടെ ചോദ്യത്തിൻ്റെ അകത്തുക. ആദ്യത്തെ അത്തഹിയ്യാത്തിൽ അത്തഹിയ്യാത്തിൻ്റെ വാചകത്തിൻ്റെ പുറമെ നബിതങ്ങളുടെ പേരുള്ള സ്വലാത്ത് മാത്രമേ ഉള്ളൂ. ആലുൻ നബിയുടെ പേരുള്ള സ്വലാത്തില്ല. നേരെ മറിച്ച് അവസാനത്തെ അത്തഹിയ്യാത്തിൽ ആലുൻ നബിയുടെ പേരുള്ള സ്വലാത്തും കൂടി ചൊല്ലണം എന്ന നിയമത്തെ അടിസ്ഥാനത്തിൽ അതും കൂടി ചൊല്ലിയതിന് ശേഷമേ സലാം വീട്ടാൻ പാടുള്ളൂ.